ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ആരെങ്കിലും എവിടെങ്കിലും വെച്ച് വാഴിക്കപ്പെടുന്നു എന്നതല്ല. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ വാഴിക്കപ്പെടുന്ന ആൾ അദ്ദേഹം എവിടേക്കാണ് വാഴിക്കപ്പെടുക, ഏത് പള്ളികളിലേക്കാണ് വാഴിക്കപ്പെടുക? ദയവായി അതൊന്ന് ശ്രദ്ധിക്കണം. എവിടേക്കാണ് വാഴിക്കപ്പെടുക? അദ്ദേഹം ഏത് പള്ളികൾക്ക് വേണ്ടിയാണ് വാഴിക്കപ്പെടുക? ആ പള്ളികളുടെ അവകാശവാദം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ ഇന്ത്യയുടെ ജുഡീഷ്യറി? ഉണ്ടെങ്കിൽ പറയട്ടെ. ആ പള്ളികളുടെ അവകാശം അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരം ലഭിച്ചിട്ടുള്ള പള്ളികൾ അദ്ദേഹം ഭരിച്ചോട്ടെ, നമുക്കൊരു വിരോധമില്ല. അദ്ദേഹം വ്യക്തമാകട്ടെ. അതെ, ഒരു പത്രമാധ്യമങ്ങളെ കണ്ട് പറയട്ടെ, ഞാൻ ഇന്ന പള്ളികളാണ് എന്റേത്. ഇവിടെ എന്താ ഒരു തർക്കവുമില്ല, മലങ്കര സഭയ്ക്ക് ഒരു തർക്കവുമില്ല. പക്ഷെ മലങ്കര സഭയുടേതായ പള്ളികളിൽ, അതാണ് ഈ കോടതി വിധിയിലുണ്ട്, നിങ്ങൾ വായിച്ചാലറിയാം. പരാതിക്കാരൻ ഈ ഒരു വാഴ്ച മൂലം ഉണ്ടാകുന്ന, നിങ്ങൾ വായിക്കുന്നത് കേട്ടോണ്ടാ ഞാൻ ഫോണിൽ വന്നത്, ഈ വാഴിക്ക മൂലം ഉണ്ടാകുന്ന വയലൻസ് ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളെ പറ്റി പരാതിക്കാരൻ ഉന്നയിച്ച വിഷയങ്ങൾ ന്യായമാണ്, അതിനെപ്പറ്റി കോടതിക്ക് ബോധ്യമുണ്ട് എന്ന് പറയാം. അപ്പൊ ഇത് ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധികളൊക്കെ നമ്മുടെ സമൂഹത്തെ എങ്ങോട്ട് നയിക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതാണ് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.